സായിപ്പിന്റെ തനി കുണം കാണിച്ചു. അതെ, തന്തയില്ലാത്ത കുണം സായിപ്പ് ഇന്നലെ കാണിച്ചിട്ടുണ്ട്. ഡൊണാൾഡ് ജെ ട്രംപ് എന്ന് പറഞ്ഞിട്ടുള്ള ആ സായിപ്പ് ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ട് നമ്മൾ എത്ര പേര് കണ്ടിട്ടുണ്ട്, നിങ്ങൾ അറിഞ്ഞു കാണും. ഇറാനെതിരെയുള്ള ഒരു പോസ്റ്റ് ആയിരുന്നു, ഒരു തേർഡ് റേറ്റ് ചെറ്റ പറയുന്ന പോസ്റ്റ്. യുദ്ധത്തിൽ തോൽപ്പിക്കാൻ പറ്റുന്നില്ല, യുദ്ധതന്ത്രങ്ങളിൽ തോൽപ്പിക്കാൻ പറ്റുന്നില്ല, ഒരു രീതിയിലും തോൽപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പം തൻ്റെ യഥാർത്ഥ കനിക്കോണം, അതായത് ഒരു പീഡോമാനിയാക്കായിട്ട് അല്ലെങ്കിൽ ചെറിയ കുട്ടികളെ, അതായത് പ്രായപൂർത്തി പോലും ആവാത്ത കുട്ടികളെ പീഡിപ്പിച്ച് രസിച്ച് കളിച്ച് മറ്റ് ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്ന അമേരിക്കൻ പ്രസിഡന്റിന്റെ യഥാർത്ഥ മോന്ത ഇന്നലെ പുറത്തോട്ട് അയാളുടെ ഒരൊറ്റ പോസ്റ്റിലൂടെ കാണിച്ചു. ഈ രണ്ടെണ്ണം അടിച്ചിട്ടാണോ വേറെ വല്ലതും കൂട്ടി കത്തിച്ചിട്ടാണോ അറിയില്ല. ആ പോസ്റ്റിന്റെ അർത്ഥം ഇങ്ങനെയാണ്: ഇറാനിൽ ഈ വരുന്ന ചൊവ്വാഴ്ച പവർ പ്ലാന്റുകളുടെയും പാലങ്ങളുടെയും ദിവസമായിരിക്കും. എല്ലാം ഒന്നാക്കി കളയും, അതായത് പൊട്ടിച്ച് കളയും. അതിന് സമാനമായി മറ്റൊന്നും ഇതുവരെ ഇറാൻ കാണാത്ത രീതിയിലായിരിക്കും ഇതുണ്ടാകുന്നത്. ആ തെണ്ടി കടലിടുക്ക് സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് തുറന്നേക്കണം. അത് തന്തയില്ലാത്ത ഭ്രാന്തൻ ജന്മങ്ങളോട്, ആരോട്? ഇറാനോട്. ഇതിൻ്റെ മലയാള ടൈം പറയുന്നത് ഇംഗ്ലീഷാണ് പോസ്റ്റ് ഇട്ടുള്ളത്. ഇല്ലെങ്കിൽ നിങ്ങൾ നരകത്തിലായിരിക്കും ജീവിക്കേണ്ടി വരിക. കണ്ടു തന്നെ അറിഞ്ഞോ, അള്ളാഹുവിന് സ്തുതി. അവിടെ അള്ളാഹുവിൻ്റെ പേരും കൂടെ വലിച്ചിട്ടു, ഒരു മുസ്ലിം വിരോധം കൂടെ അതിൻ്റെ ഇടയിലോട്ട് അങ്ങ് വലിച്ചിട്ടു. ഇതായിരുന്നു ഈ തന്തയില്ലാത്ത സായിപ്പ് മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു പ്രസ്താവന. അപ്പോൾ ഈ പ്രസ്താവന കണ്ട സ്ഥിതിക്ക്, അല്ലെങ്കിൽ പറ്റുന്നില്ല എന്ന്, യുദ്ധത്തിൽ തോൽപ്പിക്കാൻ പറ്റുന്നില്ല, യുദ്ധതന്ത്രങ്ങൾ പലതും എടുത്തു നോക്കി, അതിലെല്ലാം തോറ്റു. ഇറാൻ തൊട്ടതെല്ലാം, അതായത് ഇറാൻ്റെ അകത്ത് എത്ര നാശങ്ങൾ ഉണ്ടായാലും, എത്ര പേര് മരിച്ചു കഴിഞ്ഞാലും, എത്ര ബുദ്ധിമുട്ടിലാണെങ്കിലും, ഇത്രയും വലിയ ലോകരാജ്യമായിട്ടുള്ള അല്ലെങ്കിൽ ലോക ഗുണ്ടാ രാജ്യമായിട്ടുള്ള അമേരിക്കയും ആ ഗുണ്ടകൾക്ക് പണം കൊടുത്തിട്ടും മറ്റ് പലതും പെണ്ണ് വരെ കൂട്ടിക്കൊടുത്തിട്ടും ജീവിക്കുന്ന ഇസ്രായേലിൻ്റെ മുമ്പിൽ ഇറാൻ തോൽക്കുന്നില്ല. ഇറാൻ എടുക്കുന്ന ഓരോ സ്ട്രാറ്റജീസും അത് ജയിക്കുന്നു എന്ന് കണ്ടതുകൊണ്ട് അവസാനം തങ്ങളുടെ ഉള്ളിലെ യഥാർത്ഥ രൂപം, ആ ചെകുത്താൻ്റെ രൂപം പുറത്തെടുക്കാൻ ഇതിനേക്കാൾ നല്ലൊരു പോസ്റ്റിൻ്റെ അപ്പുറത്തോട്ട് ചിന്തിക്കേണ്ട കാര്യമില്ല. ഇതിനും സപ്പോർട്ട് ചെയ്ത് ഇതിന് ജയ് വിളിക്കുന്ന നമ്മുടെ നാട്ടിലെ പരമവാണ സംഖ്യകളും കൂടെ ഇതേ തന്തയില്ലാത്ത കൂട്ടത്തിലോട്ട് നിങ്ങൾ പെടുത്തിക്കും. ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. കാരണം രണ്ടും ഒരേ നാണയത്തിൻ്റെ രണ്ട് പുറങ്ങളായതുകൊണ്ട് പറഞ്ഞത്. അപ്പം ഇതായിരുന്നു ട്രംപിൻ്റെ ഭീഷണി. ഈ ഭീഷണിക്ക് മറുപടിയായിട്ട് പല ആളുകളും പുറത്തോട്ട് വന്നിട്ടുണ്ട്. അമേരിക്കൻ ഭരണകൂടം കഴിഞ്ഞ 48 വർഷമായിട്ട് ഇറാനെ ഭീഷണിപ്പെടുത്തുകയാണെന്നും ട്രംപിൻ്റെ പുതിയ പരാമർശങ്ങൾക്ക് ഒരു കുറ്റവാളിയുടെ, ഒരു ക്രിമിനലിൻ്റെ മാനസിക അവസ്ഥ മാത്രമാണ് ഉള്ളതും എന്നാണ് ലോകരാജ്യങ്ങൾ ഇപ്പം ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളത്. രാജ്യത്തിൻ്റെ സുപ്രധാന അടിസ്ഥാന സൗകര്യങ്ങളും ഊർജ്ജ മേഖലകളും ആക്രമിക്കുന്നു എന്ന ഭീഷണി യുദ്ധക്കുറ്റത്തിനും വംശഹത്യയ്ക്കും തുല്യമാണ് എന്നും കൂടെ ഇറാൻ ഇതിലോട്ട് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അമേരിക്ക ഏതെങ്കിലും തരത്തിൽ ആക്രമണം നടത്തിയാൽ അതേ നാണയത്തിൽ തന്നെ ഞങ്ങൾ തിരിച്ചടിക്കും എന്ന് ഇറാൻ്റെ വക്താവ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഇതിൽ ഒരു വർഗീയമായിട്ടുള്ള ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ സംഖ്യകളൊക്കെ എത്തരത്തിലാണ്, അതേപോലെ വർഗീയപരമായിട്ടുള്ള ചില കാര്യങ്ങളും കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയ രീതിയിലായിരുന്നു ട്രംപിൻ്റെ പ്രസ്താവന. അതിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചോളാനും അതിലോട്ട് ആ ഒരു ഇതും കൂടെ വലിച്ചിട്ടത് കൊണ്ട് തന്നെ ഹോർമോസ് കടലിടുക്ക് തുറന്നില്ലെങ്കിൽ ഇറാൻ നരകതുല്യമായിരിക്കും, നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞതിന് ഭീഷണിയായിട്ട്, അല്ലെങ്കിൽ ഇതിനെ ഒരു തരത്തിലുള്ള വിമർശനമായിട്ട് കണ്ടിട്ട് തന്നെയാണ് CAIR എന്ന് പറഞ്ഞിട്ടുള്ള ചില ഇസ്ലാമിക് സംഘടനകൾ, മുസ്ലിം സംഘടനകൾ ഇതിനെതിരെ സംസാരിക്കുന്നുണ്ട്. അക്രമാസക്തമായ ഭീഷണിക്കിടയിൽ ഇത്തരത്തിൽ മതപരമായിട്ടുള്ള പദങ്ങൾ ഉപയോഗിക്കുന്നത് ഇസ്ലാം മതത്തെയും അതിൻ്റെ അനുയായികളെയും അവഹേളിക്കുന്നത് തുല്യമാണ് എന്നാണ് CAIR പ്രസ്താവിച്ചിട്ടുള്ളത്. തിരിച്ച് നമുക്കും പറയാം അല്ലേ, ജീസസിനോട് പ്രാർത്ഥിച്ചോളൂ ട്രംപേ, നിന്റെ തോറ്റ മുഖം, അല്ലെങ്കിൽ നിന്നെ പോലത്തെ ഒരുത്തൻ തോറ്റമ്പിയിരിക്കുന്ന മുഖം അത് കാണാതെ, അല്ലെങ്കിൽ അമേരിക്കക്കാർ നിന്നെ തൂക്കി എറിയാണ്ടിരിക്കാൻ ജീസസിനോട് പ്രാർത്ഥിച്ചോളൂ. അതുപോലെ തന്നെ ഇസ്രായേലി ദൈവങ്ങളെ, നിങ്ങളുടെ നാട് ഇങ്ങനെ കത്തി നശിച്ചുകൊണ്ടിരിക്കുന്നതും നിങ്ങളുടെ കൂട്ടത്തിലെ ആളുകൾ ചത്തൊടുങ്ങുന്നതും കണ്ട് രസിച്ചിരിക്കണോ എന്ന് നിങ്ങളുടെ ബാൽ ദൈവങ്ങളോ അല്ലെങ്കിൽ മനുഷ്യകുരുതി കിട്ടുമ്പോൾ സുഖിക്കുന്ന ദൈവങ്ങളോട് ആരോണ്ട് വേണമെങ്കിലും നിങ്ങളും പ്രാർത്ഥിച്ചോളൂ എന്ന് തിരിച്ച് ഇവിടെ നിന്ന് ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ, ഇപ്പോൾ ആ പോസ്റ്റ് കാണിച്ചുകൊണ്ടായിരിക്കും ഇനി ലോകരാജ്യങ്ങളെ മൊത്തം സ്വരുക്കൂട്ടി ഇറാനെതിരെ അടിക്കണമെന്ന് ട്രംപ് തീരുമാനിക്കാൻ പോകുന്നത്. അതേതായാലും ഇവർ ചെയ്യില്ല. കാരണം തന്തയുണ്ട്, സായിപ്പിനെ പോലെ തന്ത ഇല്ലാത്ത കൂട്ടത്തിൽ പെട്ടതല്ല, നല്ല ഒറ്റ തന്തക്ക് പറഞ്ഞതുകൊണ്ട് തന്നെയാണ് ഈ യുദ്ധം ഇപ്പോഴും ഇറാൻ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ തന്തയുടെ കുണം ഇറാൻ കാണിക്കുന്നുണ്ട്, തന്ത ഇല്ലാത്തതിൻ്റെ കുണം ട്രംപും കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നെതന്യാഹുവും കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു കാര്യം, ഈ ഒരു പോസ്റ്റിനെ കുറിച്ചിട്ടുള്ള പല തർക്കങ്ങളും പലതരത്തിലുള്ള വിവാദങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ മറ്റ് ചില സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ളത്, പരിക്കേറ്റ് അല്ലെങ്കിൽ ചികിത്സയിലാണ് എന്ന് പറയപ്പെടുന്ന മുസ്തഫ കാംനിയുടെ ഒരു വീഡിയോ ക്ലിപ്പ് ഇന്നലെ ഔട്ടായിട്ടുണ്ട്. ആ ക്ലിപ്പ് ഇതാണ്, ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് കണ്ടു നോക്കൂ.
ഇതിൽ ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള മുസ്തഫ കാംനി ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു വീഡിയോക്ക് ഇപ്പം പുറത്തോട്ട് വന്നിട്ടുള്ളത്. ഈ വീഡിയോയുടെ ആധികാരികത എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല, പക്ഷേ ഇറാന്റെ IRGCയുടെ സൈഡിൽ നിന്ന് വന്നൊരു വീഡിയോ ആണ് ഇത്. ഈ വീഡിയോ അദ്ദേഹം ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു ബങ്കറാണ്, ബങ്കർ പോലത്തെ ഒരു യുദ്ധ സജ്ജീകരണം, ഒരു വാർ റൂമിലോട്ട് കയറി വരുന്നതായിട്ടുണ്ട്. അവിടെ വലിയൊരു സ്ക്രീനിൽ അതീവ സുരക്ഷയുള്ള ഇസ്രായേലിൻ്റെ ഡിമോണ ആണവ നിലയത്തിൻ്റെ ദൃശ്യങ്ങളാണ് കാണിക്കുന്നത്. ഡിമോണയിൽ ഓൾറെഡി ഒരു അപകടം നടന്നിട്ടുണ്ട്, ഒരു സൈഡ് കത്തിയിട്ടുണ്ട്. പക്ഷേ ഡിമോണയുടെ രൂപമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാറ്റലൈറ്റ് ഇമേജസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതിൽ അവസാനം കൊടുത്തിട്ടുള്ളത് ന്യൂസ് ഈസ് യെറ്റ് ടു കം, അതായത് വാർത്ത ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നൊരു സന്ദേശം കൂടെ ഈ വീഡിയോയിൽ പുറത്തു വരുന്നുണ്ട്. എന്തോ ഒരു വലുതിന് ഇറാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആ വാർത്ത അടുത്ത് തന്നെ പുറത്തോട്ട് വരും. ഇതായിരുന്നു ഈ വീഡിയോയുടെ ഒരു ഉള്ളടക്കം. ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു വീഡിയോയിൽ കാംനി പ്രത്യക്ഷപ്പെടുന്നത്, മുസ്തഫ കാംനി പ്രത്യക്ഷപ്പെടുന്നത്. ഇതുവരെ അദ്ദേഹത്തിൻ്റെ ചില പഴയ വീഡിയോസും മറ്റു ചില ക്ലിപ്പുകളൊക്കെ പുറത്തു വന്നിരുന്നെങ്കിലും കുറേ പോസ്റ്റുകൾ, അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക, പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ പുറത്തോട്ട് വന്നിട്ടുണ്ട്, വാർണിംഗ്സ് പുറത്തോട്ട് വന്നിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള ഇമേജ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു വീഡിയോ ഇപ്പം പുറത്തോട്ട് വരുന്നത്. അധികാരമേറ്റതിനു ശേഷം പൊതുവേദികളിൽ ഇതുവരെ പ്രത്യക്ഷപ്പെടാതിരുന്ന താൻ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നുണ്ട് എന്ന്, യുദ്ധത്തിന് തയ്യാറാണ്, എല്ലാ രീതിയിലും ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങൾ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് കാണിക്കുന്നതിന് വേണ്ടി പുറത്തോട്ട് വിട്ടൊരു വീഡിയോ ആയിട്ടാണ് ഇതിനെ പല ആളുകളും ഈ വീഡിയോയിൽ ഇപ്പോൾ കരുതുന്നത്. ഇസ്രായേലിൻ്റെ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള ആണവ കേന്ദ്രങ്ങൾ ഞങ്ങളുടെ നിരീക്ഷണത്തിലാണ് എന്നും ലോകത്തെ അറിയിക്കണം ഇറാൻ ഈ വീഡിയോയിലൂടെ. ഇതായിരുന്നു ഈ വീഡിയോയുടെ ലക്ഷ്യം. അമേരിക്കയും ഇസ്രായേലും കടുത്ത സംഘർഷം നിലനിൽക്കുന്ന സമയത്ത് ഈ ദൃശ്യം വലിയൊരു മുന്നറിയിപ്പാണ് നൽകുന്നത് എന്നാണ് ഇത് കണ്ട പല വിദഗ്ധരും ഇപ്പം മുന്നോട്ട് കാര്യങ്ങളായിട്ട് സംസാരിച്ചിട്ടുള്ളത്. ഇനി ഇന്നത്തെ മറ്റ് ചില കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ഇറാൻ്റെ ഇൻ്റലിജൻസ് ഒരു മേധാവി കൂടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇറാനിൽ ടെഹ്റാനിൽ ഭയങ്കരമായിട്ട് ബോംബിങ് നടക്കുന്നുണ്ട്. ഇസ്രായേലിൻ്റെ അമേരിക്കയുടെയും അതിൻ്റെ ഭാഗമായിട്ട് മരണപ്പെട്ടു എന്നുള്ളൊരു വാർത്ത ഇപ്പം വരുന്നുണ്ട്. ഈ സമയത്ത് തന്നെ അബുദാബിയിൽ ഡൂയുടെ ഓഫീസിലെ ടെലികോം അവിടുത്തെ സിമ്മാണ് ആ ഡൂയുടെ ഓഫീസിലോട്ട് ആക്രമണം നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു, കൊർഫക്കാൻ എന്താ പറയുക, പോർട്ടിലോട്ടും മറ്റ് അബുദാബിയിലെ മറ്റ് സ്ഥലങ്ങളിലോട്ടും ഒക്കെ ഇന്നലെയും നല്ല രീതിയിൽ തന്നെ ഇറാൻ്റെ ആക്രമണങ്ങൾ വരുന്നുണ്ട്. ഇന്നലെ പുലർച്ചെ ആയിട്ട് ടെല്ലവീവിലും ഹൈഫയിലേക്കും ഭയങ്കരമായിട്ടുള്ള ആക്രമണം നടന്നിട്ടുണ്ട്. ടെല്ലവീവിൽ നിരവധി ബാലിസ്റ്റിക് മിസൈലുകളാണ് പ്രയോഗിച്ചിട്ടുള്ളത്. ചില്ലുകൾ തെറിച്ചിട്ടും അവിടുത്തെ എന്താ പറയുക, ബിൽഡിങ്ങുകൾ പൊളിഞ്ഞിട്ടും പലർക്കും പരിക്കേറ്റിട്ടുണ്ട്. മരണം ആസ് യൂഷ്വൽ പുറത്തോട്ട് വിട്ടിട്ടില്ല. മരണസംഖ്യ ഒരുപാട് പേർക്ക് പരിക്കേറ്റിട്ടും ഒരുപാട് ബിൽഡിങ്ങുകൾ തകർത്തതായിട്ടും ഉള്ള ഒരുപാട് ഇമേജസും വീഡിയോസും ഇപ്പം ഔട്ടായിട്ടുണ്ട്. ഇതേ സമയത്ത് ഇറാന്റെ മിസൈൽ ആക്രമണം തുടർന്നതിൻ്റെ ഭാഗമായിട്ട് ഭരണ നേതൃത്വത്തെ തന്ത്രപ്രധാനമായ ആസ്തികളെയും ലക്ഷ്യം വെച്ച് ഇസ്രായേലിലെയും അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലേക്കും ഞങ്ങൾ തിരിച്ചടിക്കും എന്നും മറ്റൊരു പ്രസ്താവനയും കൂടെ ഈ ഇറാന്റെ സൈഡിൽ നിന്ന് തിരിച്ചു വന്നിട്ടുണ്ട്. ഇനി അത് മാത്രമല്ല, ഇറാന്റെ ഉരുക്ക് ഉൽപ്പാദന ശേഷിയുടെ 70% ഇതിനോടകം തകർത്തിട്ടുണ്ട്. അത് എല്ലാ പ്ലാന്റുകളും ഞങ്ങൾ തകർത്തിട്ടുണ്ട് എന്ന് ബെഞ്ചമിൻ നെതന്യാഹു ഇന്ന് രാവിലെ വന്നിട്ട് അവകാശപ്പെട്ടിട്ടുണ്ട്. ഇനി അവർക്ക് പുതിയ എന്താ പറയുക, ഉരുക്ക് നിർമ്മാണവും കാര്യങ്ങളും നടക്കില്ല, പിന്നെ ഓൾറെഡി എല്ലാം ഞങ്ങൾ തകർത്തിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോഴും തൊട്ടപ്പുറത്ത് നെതന്യാഹുവിൻ്റെ തൊട്ടപ്പുറത്ത് ബോംബുകൾ ഒന്നൊന്നായിട്ട് വീണുകൊണ്ടിരിക്കുന്നുണ്ട്, സ്വന്തം രാജ്യത്തിൻ്റെ പലതും തകർന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ചുണ്ടലി പുറത്തോട്ട് പറയുന്നില്ല. ഇസ്രായേലിലെ പലയിടത്തും സൈറണുകൾ മുഴങ്ങുന്നു, ജനങ്ങൾ ബോംബ് ഷെൽട്ടറുകളിൽ അഭയം തേടുന്നു, പല ബോംബ് ഷെൽട്ടറുകളും പൊളിയുന്നു, പല കെട്ടിടാവശിഷ്ടങ്ങളും ഇടയിൽപ്പെട്ട ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതായിട്ടുള്ള സംശയങ്ങളും ഒക്കെ ഇപ്പം പുറത്തോട്ട് വരുന്നുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. ഇനി ഇതൊക്കെയാണ് ഇപ്പം ഇന്ന് നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട ചില എന്താ പറയുക, യുദ്ധത്തിൻ്റെ അപ്ഡേറ്റുകളായിട്ട് പറയാനുള്ളത്. ഇനി കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ നമുക്ക് ചെയ്യാം. ശരി.